ഇദ്ദേഹത്തിൻ്റെതായി ആദ്യത്തെ വീഡിയോ ആണ്. ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള വീഡിയോ റിക്വസ്റ്റ് മുൻപ് ഒരുപാട് തവണ വന്നിട്ടും എനിക്ക് അന്നൊന്നും അത് ചെയ്യാൻ തോന്നിയിരുന്നില്ല. ബിക്കോസ് ഞാൻ നോക്കിയിരുന്നത് ഇദ്ദേഹം ഈ അടുത്ത കാലത്തായി ചെയ്ത വർക്കുകളാണ്. കഴിഞ്ഞ 5-6 വർഷങ്ങളായി ഇദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. സംസാരം, ബോഡി ലാംഗ്വേജ് എല്ലാം ഒരുപോലെ. ഹിന്ദി ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ആണ് ഇദ്ദേഹം. സോ ബിഗ് ബോസ് സ്റ്റേജിൽ ആൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേപടി തന്നെ സിനിമയിലും ചെയ്യുന്നു. അതിനേക്കാളൊക്കെ ഉപരി കഥാപാത്രങ്ങളൊന്നും ഒട്ടും എനർജറ്റിക് അല്ല. പക്ഷെ ഞാനൊന്ന് ആലോചിച്ചു നോക്കി, ആള് പണ്ടും ഇങ്ങനെയായിരുന്നോ? ഒരിക്കലുമല്ല. ആളുടെ പ്രൈം ടൈമിൽ, അതായത് 2010 മുതൽ 2017 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഹി വാസ് ഹൈലി എനർജറ്റിക് ആൻഡ് ഹൈലി ഫ്ലെക്സിബിൾ. ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ സിനിമകളിൽ എന്റെ ഫേവറേറ്റ് ഇതാണ്. 2014 പുറത്തിറങ്ങിയ കിക്ക്. ശരിയാണ്, ഇതൊരു തെലുങ്ക് സിനിമയുടെ റീമേക്ക് ആണ്. പക്ഷെ ഒറിജിനൽ വെർഷൻ കാണാത്ത എന്നെ സംബന്ധിച്ച് ഇതൊരു ഫ്രഷ് ആൻഡ് യുണീക്ക് സംഭവമായിരുന്നു. ഈ സിനിമയിൽ ഇദ്ദേഹത്തെ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം കൂടിയുണ്ട്. അത് ചെയ്തിരിക്കുന്നത് രൺദീപ് ഹൂഡ. എന്നാൽ വളരെ മികച്ച പെർഫോമറായ അദ്ദേഹം നിൽക്കുമ്പോഴും രംഗത്ത് സൽമാൻ ഖാൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മറ്റൊരാളെ നോക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുകയായിരിക്കും. നമ്മൾ ഈ സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ സംഭവം. ഈ പടത്തെ പറ്റി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിന്റെ പ്രൊഡക്ഷൻ വാല്യൂ ആണ്. ഈ സിനിമ കാണുമ്പോൾ ത്രൂ ഔട്ട് നമുക്കൊരു റിച്ച്നെസ് ഫീൽ ചെയ്യും. അത് ഇന്ത്യയിലെ രംഗങ്ങളാണെങ്കിലും ഫോറിൻ ലൊക്കേഷൻ ആണെങ്കിലും. പിന്നെ ഈ സിനിമയിലെ വില്ലൻ ആ കാലത്ത് കത്തി നിന്നിരുന്ന നവാസുദ്ദീൻ സിദ്ദീഖി, പുള്ളിയും ഈ സിനിമയിൽ അടിപൊളിയായിരുന്നു. സോ ആകെ മൊത്തം പറഞ്ഞാൽ സൽമാൻ ഖാന്റെ പീക്ക് ടൈമിൽ ഇറങ്ങിയ സിനിമകളിലെ ഏറ്റവും പെർഫെക്റ്റ് കൊമേഴ്സ്യൽ എന്റർടൈനർ അതായിരുന്നു ഈ സിനിമ.